ഹായ് ഓൾ, AJ ഹെർബൽസിൻ്റെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കായിട്ട് ഇത്തവണ ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 21 കൂട്ടം ഐറ്റംസ് ചേർത്തിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് അരച്ചെടുക്കാനുണ്ട്. അരച്ചെടുക്കേണ്ട ഐറ്റംസാണ് മൈലാഞ്ചി, കയ്യെണ്ണ, ബ്രഹ്മി, കറ്റാർവാഴ, ചെമ്പരത്തിപ്പൂവ്, ശംഖുപുഷ്പം, താമര, ഇതൊക്കെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഉതിർത്ത് കഴുകി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ തണ്ട് മാറ്റേണ്ടതെല്ലാം തണ്ട്, വേര് അങ്ങനെയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ തണ്ടും വേരും കൂടി നമ്മൾ ചതച്ച് വേറെയാണ് ഇടുന്നത്. ബാക്കിയെല്ലാം കൂടി അരച്ചെടുക്കും. അരച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടല്ല, ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന കുറേ കണ്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ കളർ നല്ല ബ്ലാക്ക് ആയിരിക്കും. അതായത് കുറച്ച് ഡൈയിങ് ഏജൻറ്റ്സ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരാളാണ് ഈ താമരമുട്ടും, കരിഞ്ചീരകം, അതുപോലെ പേരയില. പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട് കേട്ടോ ഈ ഡൈയിങ് ഏജൻ്റായിട്ട്. അതോടൊപ്പം തന്നെ മുടി വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കയ്യെണ്ണയൊക്കെ നല്ലതായിട്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊണ്ടുവരും, നല്ല കറുപ്പ് നിറം കൊണ്ടുവരും. അപ്പോൾ അകാലനരയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ അകാലനര കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നല്ല, ഇതിലുള്ള ഡൈയിങ് ഏജൻറ്റ്സ് ഉള്ളത് കൊണ്ട് എന്ത് പറ്റും, നമുക്ക് ആ വൈറ്റ് കളർ ഹെയറൊക്കെ ഒന്ന് ബ്ലാക്ക് ഔട്ട് ആയിട്ട് വരും. അപ്പോൾ അത് ഡെയിലി എണ്ണ തേക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ കറുത്ത കളറിൽ തന്നെ ഇരിക്കും. എന്താ പറയുക, ഒരുപാട് വൈറ്റ് മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അങ്ങനെ ബ്ലാക്ക് ആകുമെന്നല്ല, ഡെയിലി തേച്ച് കഴിഞ്ഞാൽ ആ വൈറ്റ് ഹെയർസൊക്കെ ബ്ലാക്കായി മാറും. മുടി 2 വശത്തേക്കും പകുത്തതിന് ശേഷം നമ്മളുടെ ഹെയർ ഓയിൽ കുറച്ച് കയ്യിലെടുത്തിട്ട്, അതായത് ഒരു കോയിൻ സൈസ് അളവിൽ മാത്രം കയ്യിലെടുത്തിട്ട് നന്നായി തേച്ച് തലയോട്ടിയിൽ പിടിപ്പിക്കണം. അതായത് റബ്ബ് ചെയ്ത് തലയോട്ടിയിൽ പിടിപ്പിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഒരു ചെറിയ മസാജ് മാത്രം മതി. സർക്കുലർ മോഷനിൽ പതുക്കെ റബ്ബ് ചെയ്യുക. എന്നിട്ടത് മുടിയിലേക്കും കൂടി ചെറുതായിട്ട്, അതായത് ഒരു തവണ നമ്മൾ എണ്ണ വയ്ക്കുമ്പോഴത്തേക്കിന് ഒരു 3 പ്രാവശ്യം മാത്രം എടുത്താൽ മതിയാവും. 2 ഭാഗത്തേക്കും മാറ്റിയിട്ട് 3 തവണയായിട്ട്, അതിൽ 2 തവണ ഒരു സൈഡിന്, ഒരു തവണ അടുത്ത സൈഡ്. പിന്നെ നമ്മൾ ഇൻവേർഷനായിട്ട് കുനിഞ്ഞു നിന്ന് മുടി ഫ്രണ്ടിലേക്കിട്ട് മുടിയുടെ ചുവട്ടിൽ നിന്നും താഴേക്ക് മസാജ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല രക്തോട്ടം ഉണ്ടാവും. അപ്പം അത് നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം, 5 മിനിറ്റ് മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ, സാധാരണ നമ്മൾ തല കഴുകുന്ന വെള്ളത്തിൽ കഴുകിക്കളയുക. പിന്നെ ആഴ്ചയിലൊരു 2 ദിവസം വേണമെങ്കിൽ ഷാമ്പൂ യൂസ് ചെയ്യാം. പിന്നെ ഈ എന്താ പറയുക, ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഷാമ്പൂ ഡയറക്റ്റ് എടുത്ത് തലയിലേക്ക് അപ്ലൈ ചെയ്യരുത്. പകരം എന്ത് വേണം, കുറച്ച് ഒരു മഗ് വെള്ളത്തിലേക്ക് ഒരു കോയിൻ സൈസ് അളവിൽ ഷാമ്പൂ മിക്സ് ചെയ്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം കുനിഞ്ഞ് നിന്നിട്ട് മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്യുക. അല്ലാതെ നേരെ നിന്ന് സ്ട്രെയിറ്റ് എടുത്ത് റബ്ബ് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോൾസ് കൂടും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കുറേ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ചെടുത്തു, പക്ഷേ അതിലേക്ക് കുറച്ച് എന്താ പറയുക, താമരമുട്ട് ഒരെണ്ണം അരച്ചെടുത്തു, ബാക്കി ഒരെണ്ണം നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉലുവ, കരിഞ്ചീരകം അങ്ങനെയുള്ള ഐറ്റംസും റോസ്മേരി, ഇതെല്ലാം നമ്മൾ എണ്ണ മൂത്ത് കഴിയുമ്പോഴത്തേക്കും, മൂത്ത് കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറത്തെ പ്രോസസ്സാണിത്. അപ്പം അതിൽ ഒരു പാകമാകുന്നതിന് മുന്നേ ഉള്ള ഒരു മണിക്കൂറിന്, ആ ഒരു സമയത്തിന് മുമ്പായിട്ട് നമ്മൾ കരിഞ്ചീരകവും അതുപോലെ ഉലുവ, റോസ്മേരി അങ്ങനെയുള്ള ഐറ്റംസ് ആഡ് ചെയ്യണം. കാരണം അതിന് മുമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഈ 21 കൂട്ടം ഐറ്റംസിൽ 5 ഐറ്റം നമ്മൾ സീക്രട്ടായിട്ട് വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിലുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് എണ്ണ നല്ല മണൽ പരുവത്തിൽ വരണം. അതുപോലെ ഇങ്ങനെ എണ്ണയല്ല, ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം അങ്ങനെ മണൽ പരുവത്തിൽ വരുന്നതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പം അത്രയും നേരം നിന്ന് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈവിടാതെ ഇളക്കണം. കാരണം അല്ലെങ്കിൽ ഇത് അടിപിടിക്ക് കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്.
ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞായിരുന്നു എൻ്റെ മുടി ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ബ്ലോ ഡ്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ഹെയർ പ്രോബ്ലംസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണയാണിത്. അപ്പോൾ അമ്മ ഇങ്ങനെ വെച്ചിട്ട് അമ്മക്കാണെങ്കിൽ നല്ല മുടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ മുടി ആകെ ബലമൊക്കെ പോയപ്പോഴത്തേക്കിനും അമ്മ ഇതൊന്ന് തേച്ച് നോക്കുമെന്ന് പറഞ്ഞ് തന്നതാണ്. എനിക്ക് ശരിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ മുടി കൊഴിച്ചിൽ ശരിക്കും കുറഞ്ഞു. മുടിക്ക് നല്ല കറുപ്പായി. ആ ഒരു മുടിയുടെ ഒരു ഹെൽത്ത് തന്നെ മാറാൻ തുടങ്ങി. നല്ല എന്താ പറയുക, വീക്കായിരുന്ന മുടി ഭയങ്കര ഹെൽത്തി ആയി മാറുന്നത് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പോഴാണ് ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും നെക്സ്റ്റ് വട്ടം ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ അവരും തേച്ച് നോക്കി, അവർക്കും നല്ല റിസൾട്ട് ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങനെ അറിഞ്ഞും കേട്ടും കുറച്ച് ആൾക്കാരൊക്കെ വന്നു, വാങ്ങിച്ചു. എല്ലാവരുടെയും സൈഡിൽ നിന്ന് നമുക്ക് ഇതുവരെയും പോസിറ്റീവ് ഫീഡ്ബാക്സും ഭയങ്കര സന്തോഷവും മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഈ ബാച്ചിൽ ഉണ്ടാക്കിയ എണ്ണ ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രീ ഓർഡർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതോടൊപ്പം നെക്സ്റ്റ് ബാച്ചിലേക്ക് എണ്ണ വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.